കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിൽ പ്രതീക്ഷ കടലോരവാസികളും മത്സ്യത്തൊഴിലാളികളും തീരശോഷണം തടയാനുള്ള പദ്ധതിയും മത്സ്യബന്ധന മേഖലയ്ക്കായുള്ള പാക്കേജുമാണ് പ്രധാനമായും തീരദേശവാസികൾ ആവശ്യപ്പെടുന്നത്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ, ഇന്ധന സബ്സിഡി, ഹാർബറുകളുടെ വികസനം തുടങ്ങിയ അടിസ്ഥാനപരമായ നിരവധി പ്രഖ്യാപനങ്ങളും മത്സ്യത്തൊഴിലാളികൾ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കടലാക്രമണ ഭീഷണി രൂക്ഷമായ കേരള തീരത്തിന്റെ സംരക്ഷണത്തിനായി കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിൽ ശാശ്വത പരിഹാരത്തിനുതകുന്ന പദ്ധതികൾ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം തീരവാസികൾ ഉന്നയിക്കുന്നു. എറണാകുളം ജില്ലയിലെ എടവനക്കാട്, ഞാറയ്ക്കൽ, നായരമ്പലം ഭാഗങ്ങളിൽ നിലവിൽ കടൽഭിത്തി പൂർണ്ണമായി തകർന്ന നിലയിലാണ്. ഇവിടുത്തെ തീരസംരക്ഷണത്തിന് ചെല്ലാനം മോഡൽ കടൽഭിത്തിയാണ് നാട്ടുകാരുടെ ആവശ്യം. തീരശോഷണം എന്ന് പറയുമ്പോൾ എറണാകുളം ജില്ലയിൽ ഇപ്പോൾ അറിയപ്പെടുന്ന പ്രദേശമാണ് നമ്മുടെ എടവനക്കാട് മേഖല, നായരമ്പലം മേഖല. അന്ന് സുനാമി ഉണ്ടായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ മരണം നടന്നൊരു സ്ഥലവും കൂടിയാണ്. അതിന് വേണ്ടത്ര ഒരു പരിഗണന ഇന്ന് വരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ കേന്ദ്ര ബഡ്ജറ്റിൽ പ്രത്യേക ഒരു പരിഗണന ഈ തീരദേശ മേഖല എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി വേണം. ആ ചെല്ലാനം മോഡൽ ഡെട്രോപോഡ് നമ്മുടെ ഇവിടെ അത്യാവശ്യമാണ്. അതിന് ഫണ്ട് കേന്ദ്ര സംസ്ഥാന ബഡ്ജറ്റിൽ വകയിരുത്തണം. ഹാർബറുകളുടെ നവീകരണവും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കടക്കം ഉപയോഗിക്കാവുന്ന ഹാർബറുമാണ് മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു ആവശ്യം. നേരത്തെ ഹാർബറിനായി കേന്ദ്ര സർക്കാർ പദ്ധതി അനുവദിച്ചെങ്കിലും അതിൽ എറണാകുളം ജില്ല ഉൾപ്പെട്ടിരുന്നില്ല. ഇതിനുള്ള പരിഹാരവും ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്നു. 10,000 വരുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരു പരമ്പരാഗത ഹാർബർ, മത്സ്യബന്ധന ഹാർബർ ഇവിടെ ആവശ്യമാണ്. അത് കാളമുക്കിൽ സംസ്ഥാന ഗവൺമെൻറ് തുടക്കം കുറിച്ച് വെച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൂടെ ബഡ്ജറ്റിൽ അത് ഫണ്ട് വകയിരുത്തുകയാണെങ്കിൽ അതിനും കൂടി നല്ലൊരു സംഭവമായി മാറും. മത്സ്യലഭ്യത ഗണ്യമായി കുറഞ്ഞിരിക്കെ മത്സ്യബന്ധന ചിലവ് വർദ്ധിക്കുകയും ചെയ്തത് ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഈ നിലയ്ക്ക് ഇന്ധന സബ്സിഡിയും മണ്ണെണ്ണ പെർമിറ്റുകളുടെ നടത്തിപ്പിനായി കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള സംവിധാനവും മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. ഞങ്ങൾക്ക് ഡീസൽ സബ്സിഡി അനുവദിക്കാമെന്ന് പറഞ്ഞിട്ട് കാലങ്ങളായി. മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ അനുവദിച്ചു കൊടുത്തതുപോലെ ഡീസൽ സബ്സിഡി അനുവദിക്കുകയാണെങ്കിൽ, ഈ ബഡ്ജറ്റിലെങ്കിലും അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കത് വളരെ ഉപകാരമായിരിക്കും. കേന്ദ്ര സർക്കാർ മണ്ണെണ്ണ കൂടുതൽ പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് കേരളത്തിലോട്ട് വരുമ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ കയ്യിലോട്ട് ഇത് എത്തുന്നില്ല. കേരളത്തിൽ എല്ലാ ജില്ലകൾ തോറും കേന്ദ്ര ഗവൺമെൻറ് ബങ്കറുകൾ, മണ്ണെണ്ണ ബങ്കറുകൾ ഉണ്ടെങ്കിൽ ഈ മണ്ണെണ്ണ വിഹിതം സബ്സിഡിയോടുകൂടി അത് എത്ര രൂപക്ക് കിട്ടുമെന്നുള്ളത് കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബങ്കറുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിധിയിലോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വരെ അത് കിട്ടിയിട്ടില്ല. മത്സ്യത്തൊഴിലാളി മേഖലയിൽ തൊഴിലാളികൾ ജോലിക്കിടെ കുഴഞ്ഞു വീണ് മരിക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചിരിക്കെ ഇവർക്ക് കൂടി ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കത്തക്ക തരത്തിൽ ഇൻഷുറൻസ് മാനദണ്ഡം പരിഷ്കരിക്കുകയോ മത്സ്യബന്ധനത്തിനിടെ മരണപ്പെടുന്നവർക്ക് ആനുകൂല്യം ലഭ്യമാക്കുന്ന പുതിയ പദ്ധതിയോ ആണ് തൊഴിലാളികൾ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രഖ്യാപനം. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.